ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ പാഠമായ ദ കിസ്സിംഗ് ഹാൻഡ് എന്ന പാഠത്തിലെ മറ്റ് ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. അതിനുശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. ഇവിടെ നമ്മൾ ചില പ്രധാനപ്പെട്ട ആക്ടിവിറ്റികളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ചെസ്റ്ററും മിസ് റക്കോണും അവർ നടന്നു പോകുന്ന സമയത്ത് അവർ നോട്ടീസ് ബോർഡിൽ, സ്കൂളിൻ്റെ നോട്ടീസ് ബോർഡിൽ ചില ഇൻഫർമേഷൻസ് ഒക്കെ കാണാനിടയായി. അപ്പോൾ അവിടെ ഡു ആൻഡ് ഡോണ്ട്, സം ഡൂസ് ആൻഡ് ഡോൺസ്, അതായത് ചെയ്യേണ്ട ചില കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളും നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അറ്റൻഡ് ദ ക്ലാസ് റെഗുലർലി, എല്ലാ ദിവസവും ക്ലാസ്സിലെത്തുക. ഫോളോ യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ്, ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ പാലിക്കുക. കംപ്ലീറ്റ് ദ അസൈൻമെൻറ്റ്സ് ഇൻ ടൈം, തരുന്ന വർക്കുകൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുക. റീച്ച് ദ സ്കൂൾ ഇൻ ടൈം, കൃത്യസമയത്ത് സ്കൂളിലെത്തുക. കീപ് ദ സ്കൂൾ ക്ലീൻ, സ്കൂൾ വൃത്തിയായി സൂക്ഷിക്കുക. ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഡൂസ് ആണ്. ഇനി ഡോൺസ് എന്തൊക്കെയാണ്? ഡോണ്ട് ഡു എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡോണ്ട് സ്കിപ്പ് ദ മോർണിംഗ് അസംബ്ലി, രാവിലത്തെ അസംബ്ലി ഒഴിവാക്കരുത്. ഡോണ്ട് ബ്രിങ് മൊബൈൽ ഫോൺസ് കൊണ്ടുവരരുത്. ഡോണ്ട് യൂസ് അബ്യൂസീവ് ലാംഗ്വേജ്, മോശമായ ഭാഷ സംസാരിക്കരുത്. ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടീസ്, സ്കൂളിലെ വസ്തുക്കൾ നശിപ്പിക്കരുത്. ഡോണ്ട് ലിറ്റർ ഇൻ ദ സ്കൂൾ പ്രമിസസ്, അനാവശ്യമായ സാധനങ്ങൾ സ്കൂളിൻ്റെ പരിസരത്ത് വലിച്ചെറിയരുത്. ഇതൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളായിട്ട് നോട്ടീസ് ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും നിങ്ങളോട് എഴുതാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടതെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഡൂസ് ഏതൊക്കെയാണ്? എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്, നല്ല നല്ല സർഗാത്മകമായ ആക്ടിവിറ്റികളിൽ പങ്കെടുക്കുക. കംപ്ലീറ്റ് എനി അസൈൻമെൻറ്റ്സ് ഗിവൺ ബൈ ദ ടീച്ചർ തന്നിട്ടുള്ള അസൈൻമെൻറ്റ്സ് എല്ലാം പൂർത്തിയാക്കുക. ഹെൽപ്പ് യുവർ ക്ലാസ്മേറ്റ്സ് ഇഫ് ദ നീഡ് അസിസ്റ്റൻസ്, ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അവരെ സഹായിക്കുക. കീപ് ദ ക്ലാസ് റൂം ക്ലീൻ ആൻഡ് ടൈഡി, ക്ലാസ് റൂം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. റീഡ് എ ബുക്ക് ഓർ വർക്ക് ഓൺ എ ക്വയറ്റ് ആക്ടിവിറ്റി, അപ്പോൾ ഒന്നെങ്കിൽ പുസ്തകം വായിക്കുക അല്ലെങ്കിൽ നിശബ്ദമായിട്ടിരുന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. ഫോളോ ദ ക്ലാസ് റൂം റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, ക്ലാസ് റൂമിലെ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. റെസ്പെക്ട് ഈച്ച് അതേഴ്സ് സ്പേസ് ആൻഡ് ബിലോങ്ങിങ്സ്, മറ്റുള്ളവരുടെ സ്ഥലവും വസ്തുക്കളും അതിന് പ്രത്യേക പരിഗണന കൊടുക്കുക. ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഡൂസ് ആണ്. ഡോൺസ് നമുക്ക് പറയാൻ പറ്റുന്നത് ഡോണ്ട് ഡിസ്റ്റർബ് അതർ ക്ലാസ്സസ്, മറ്റ് ക്ലാസ്സിന് ശല്യം ഉണ്ടാക്കരുത്. ഡോണ്ട് മേക്ക് ലൗഡ് നോയ്സസ് ഓർ ഷൗട്ട്, ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുകയോ ഒച്ചപ്പാടുണ്ടാക്കുകയോ ഒന്നും ചെയ്യരുത്. ഡോണ്ട് ലീവ് യുവർ സീറ്റ് വിത്തൗട്ട് എ ഗുഡ് റീസൺ, കാര്യമില്ലാതെ എഴുന്നേറ്റ് പോകരുത്. ഡോണ്ട് യൂസ് മൊബൈൽ ഫോൺസ് ഓർ അതർ ഇലക്ട്രോണിക് ഡിവൈസസ്, മൊബൈൽ ഫോൺസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഡിവൈസസോ സ്കൂളിൽ ഉപയോഗിക്കാൻ പാടില്ല. ഡോണ്ട് വേസ്റ്റ് ടൈം ചാറ്റിംഗ് ഓർ പ്ലേയിങ് ഇൻസ്റ്റെഡ് ഓഫ് വർക്കിംഗ്, അല്ലെ വെറുതെ ഇരുന്ന് സമയം കളയരുത്, വർത്തമാനം പറഞ്ഞ് സമയം കളയരുത്, വർക്ക് ചെയ്യേണ്ട സമയത്ത് വർക്ക് ചെയ്യണം. ഡോണ്ട് ഡാമേജ് എനി ക്ലാസ് റൂം പ്രോപ്പർട്ടീസ്, ക്ലാസ്സിലുള്ള ഒരു വസ്തുക്കളും നശിപ്പിക്കാൻ പാടില്ല. ഡോണ്ട് ലിറ്റർ ഇൻ ദ ക്ലാസ് റൂമിൽ അനാവശ്യമായിട്ട് സാധനങ്ങൾ വലിച്ചെറിയാൻ പാടില്ല. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. അപ്പോൾ ഇവിടെ ഈ കഥയിലെ ചില സെൻറ്റൻസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിലെ ചില വാക്കുകൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. I want to play with my friends. I want to swing on the swing. I don't want to go to school. അപ്പോൾ with, on, to, ഈ 3 വാക്കുകളാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഒരെണ്ണം കൂടിയുണ്ട്. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്, ഫ്രം എന്നുള്ള വാക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കണക്റ്റിംഗ് വാക്കുകളാണ്. ഇത് നമ്മൾ പ്രിപ്പോസിഷൻസ് എന്നാണ് പറയുക. അപ്പോൾ ഇതുപോലെയുള്ള മറ്റ് വാക്കുകൾ ഈ സ്റ്റോറിയിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസുകളൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് എഴുതാം. മിസ് റക്കൂൺ ടുക്ക് ചെസ്റ്റർ ബൈ ദ ഹാൻഡ്, അവിടെ ഇൻവെർട്ടർ കോമയിൽ കൊടുത്തിരിക്കുന്ന ബൈ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് അപ്പ് ഹിസ് ആം, അപ്പ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. Whenever you feel lonely and need a little love from home, just press your hand to your cheek. അപ്പോൾ from, to അടയാളപ്പെടുത്തുക, അണ്ടർലൈൻ ചെയ്യുക. The kiss will jump to your face and fill you with toasty warm thoughts.
അപ്പോൾ അതും ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ടൂവും വിത്തും അണ്ടർലൈൻ ചെയ്യുക 4ാമത്തെ സെൻറ്റൻസിൽ. 5ാമത്തെ സെൻറ്റൻസിൽ ചെസ്റ്റർ ലവ്ഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. നൗ ഹി ന്യൂ ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വെറെവർ ഹി വെൻറ്റ്. വിത്ത് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഹിയർ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ റക്കൂൺ ആൻഡ് ഹിസ് ക്ലാസ് ടീച്ചർ. റീഡ് ആൻഡ് സപ്ലൈ ദ മിസ്സിംഗ് വേർഡ്സ്. അപ്പോൾ ഇവിടെ ചെസ്റ്റർ റക്കൂണും ക്ലാസ് ടീച്ചറും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ഇതിലെ ചില വാക്കുകൾ, വിട്ടുപോയ വാക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അതിവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. വിത്ത്, ടു, ഫ്രം, ഇൻ, അണ്ടർ. അപ്പോൾ കോൺവെർസേഷൻ നോക്കാം. ഗുഡ് മോർണിംഗ്, കുഡ് യു ടെൽ മീ യുവർ നെയിം? ചെസ്റ്റർ. ഗുഡ് മോർണിംഗ് ടീച്ചർ, ഐ ആം ചെസ്റ്റർ റക്കൂൺ. ടീച്ചർ, വെയർ ആർ യു ഫ്രം? ഐ ആം ഡാഷ് ദ ഫോറസ്റ്റ്, ഇറ്റ്സ് എ നൈസ് പ്ലേസ്. അപ്പോൾ അവിടെ ആ ഭാഗത്ത് ഫില്ല് ചെയ്യേണ്ട വാക്ക് നമ്മൾ ചേർക്കുക. അപ്പോൾ ഈ കോൺവെർസേഷനിൽ ഇതുപോലെ ഫില്ല് ചെയ്യേണ്ട വാക്കുകളെല്ലാം ചേർത്തിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റഡ് കോൺവെർസേഷൻ നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ്, കുഡ് യു ടെൽ മീ യുവർ നെയിം? ഗുഡ് മോർണിംഗ് ടീച്ചർ, ഐ എം ചെസ്റ്റർ റക്കൂൺ. വെയർ ആർ യു ഫ്രം? ഐ എം ഫ്രം ദ ഫോറസ്റ്റ്. അപ്പോൾ ഫ്രം എന്നുള്ളതാണ് അവിടെ ചേർക്കേണ്ടത്. ഇറ്റ് ഈസ് എ നൈസ് പ്ലേസ്. ടീച്ചർ, വെൽ, വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഇൻ ദ ഫോറസ്റ്റ്? ഇൻ. Chester, I like to play with my friends in the shade of the tree. അവിടെ in ആണ് ഉപയോഗിക്കേണ്ടത്. That must be fun. Which game do you like the most? I like playing hide and seek with my friends. അപ്പോൾ with എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. That's great, Chester. When will you go to your house? To എന്നുള്ളത് well, I'll go to my house after 3 days. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ദ ഫോളോയിങ് ഈസ് ദ ഡയറി എൻട്രി ഓഫ് ഐനു. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്. റീഡ് ആൻഡ് എഡിറ്റ് ഇറ്റ്. അപ്പോൾ ഇതൊരു ഡയറിയാണ്. ഇതിൽ ചില മിസ്റ്റേക്കുകളുണ്ട്. മിസ്റ്റേക്കുകളുള്ള ഭാഗം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തത്, ഇവിടെ ഐ എന്നുള്ളത് ചെറിയ അക്ഷരമാണ്. വലിയ അക്ഷരം വേണം. ഒരു സെൻറ്റൻസിൻ്റെ ആരംഭത്തിൽ നമ്മൾ വലിയ അക്ഷരമാണ് ഉപയോഗിക്കേണ്ടത്. ഐ വെൻറ്റ് ഡാഷ് എ സ്റ്റോർ. അപ്പോൾ അവിടെ നമ്മൾ വേണ്ടത് വെൻറ്റ് ടു എ സ്റ്റോർ എന്നാണ് വേണ്ടത്. വെൻറ്റ് ടു എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ്. ഐ സോ ബിഗ് ഓറഞ്ച്. ടു ദ ഷെൽഫ് അല്ല, അവിടെ ഉപയോഗിക്കേണ്ടത് ഓൺ ദ ഷെൽഫാണ്. ഓൺ ദ ഷെൽഫ് and decided to buy it. I met my friend dash that store. On that store അല്ല, in that store. In that store എന്നാണ് വേണ്ടത്. My friend invited me to go by the park. അപ്പോൾ my friend എന്നുള്ളത് പുതിയൊരു സെൻറ്റൻസ് ആയതുകൊണ്ട് നമ്മളവിടെ വലിയ അക്ഷരം എഴുതണം. My friend invited me to go to the park. To go to the park ആണ്. And I went from her അല്ല, I went with her. പിന്നെ we sat at the beach. അപ്പോൾ അവിടെ we sat on the bench and ate the orange together എന്നാണ് വേണ്ടത്. We sat on the bench and ate the orange together. അടുത്തത് I വലിയ അക്ഷരം വേണം. I threw the orange peel dash the garbage. അപ്പോൾ അവിടെ വേണ്ടത് I threw the orange peel in the garbage. അപ്പോൾ ഈ രീതിയിൽ അത് കറക്റ്റാക്കി എഴുതുക.